ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാൻ ഇൻഡിഗോ എയർലൈൻസിന്റെ തീരുമാനം. മലബാറിലെ പ്രവാസികൾക്കും ബന്ധുക്കൾക്കും ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമാണിത്. ഏറെ യാത്രക്കാരുള്ളതും എന്നാൽ വേണ്ടത്ര സർവീസ് ഇല്ലാത്തതുമായ മേഖലയാണ് ഉത്തര മലബാർ. ഒമാനിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസാണ് കണ്ണൂരിലേക്ക് ഇൻഡിഗോ നടത്തുക. UAE-യിലേക്കും ഖത്തറിലേക്കും കണ്ണൂരിൽ നിന്നും സർവീസ് ഉണ്ടെങ്കിലും ഒമാനിലേക്ക് വേണ്ടത്ര സർവീസില്ല. അതേസമയം 10,000 മുതൽ 11,500 രൂപയ്ക്ക് ഇടയിലാണ് ഏപ്രിൽ മാസത്തിൽ കണ്ണൂർ മസ്കറ്റ് ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത്. ഇതിൽ നേരിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ നിന്നും നിലവിൽ 11 വിമാനത്താവളങ്ങളിലേക്കാണ് വിമാന സർവീസ് ഉള്ളത്. അബുദാബി, ഷാർജ, ദോഹ, ദുബൈ, മസ്കറ്റ് തുടങ്ങി ഗൾഫിലേക്കുള്ള സർവീസുകൾ നിരവധിയാണ്. യാത്രക്കാർ കൂടുതലുള്ളതിനാൽ ഇനിയും സർവീസ് കൂട്ടണം എന്ന ആവശ്യവും ശക്തമാണ്. താരതമ്യേന ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് അവസരം ഒരുക്കുന്ന ഇൻഡിഗോ എത്തുമ്പോൾ പ്രവാസികൾ വലിയ പ്രതീക്ഷയിലാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും. രാത്രിയാണ് യാത്ര. അതേസമയം വാരാന്ത്യത്തിൽ സർവീസ് കൂട്ടിയാൽ കമ്പനി ജോലിക്കാർക്കും നേട്ടമാകും. കണ്ണൂരിൽ നിന്നും രാത്രി 12:40 വിമാനം പുറപ്പെടുക. പുലർച്ചെ 2:30 മസ്കറ്റിലെത്തും. അന്ന് തന്നെ പുലർച്ചെ 3:35 മസ്കറ്റിൽ നിന്നും പുറപ്പെട്ട് രാവിലെ 8:30 കണ്ണൂരിലെത്തും. രാത്രി യാത്രയാണ് എന്നത് നേരിയ വെല്ലുവിളിയാണ്. എന്നാൽ രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ്. രാവിലെ ജോലിക്ക് കയറേണ്ടവർക്ക് കണ്ണൂരിൽ നിന്നും രാത്രി പുറപ്പെട്ടാൽ മതിയാകും. അതേസമയം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ ഗൾഫ് സർവീസ് വേണമെന്ന് പ്രവാസികൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ്. ഒമാൻ കണ്ണൂർ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നേരിട്ടുള്ള സർവീസാണ് നിലവിലുള്ളത്. എന്നാൽ ഇൻഡിഗോ കൂടി എത്തുന്നതോടെ മത്സരം കടുക്കും. ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കുമെന്നതും പ്രവാസികൾക്ക് നേട്ടമാണ്. സേവ് ഫെയർ, ഫ്ലെക്സ് ഫെയർ, സൂപ്പർ ഫെയർ എന്നീ ടിക്കറ്റുകളാണ് ഇൻഡിഗോ നൽകുന്നത്. ആദ്യ 2 ഇനം ടിക്കറ്റുകളിലും 7 കിലോ ബാഗേജും 30 കിലോ ലഗേജും അനുവദിക്കും. മൂന്നാമത്തേതിൽ 35 കിലോ ലഗേജ് അനുവദിക്കും. ആദ്യ ഇനം ടിക്കറ്റിൽ സൗജന്യ ഭക്ഷണം ഉണ്ടായിരിക്കില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള യാത്ര ആയതിനാൽ ഭക്ഷണത്തിന് താൽപ്പര്യപ്പെടുന്ന പ്രവാസികൾ കുറവാണ്. ഖത്തറിൽ ഇനിയുള്ള ദിവസങ്ങളിൽ താപനില ഉയരും. ഇടിമിന്നലും പൊടിക്കാറ്റും ശക്തമാകും. 13 ദിവസത്തോളം സമാന കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അൽ-മുഖ്താം നക്ഷത്രത്തിന്റെ വരവ് അറിയിക്കുന്ന കാലമാണിതെന്ന് അധികൃതർ വിശദമാക്കി. താപനില ഗണ്യമായി ഉയരുകയും വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവുകയും ചെയ്യുന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. ഇടിമിന്നലും കനത്ത പൊടിക്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സൗദി അറേബ്യയിൽ വാണിജ്യ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ഉദാരവും ലളിതവുമാക്കുന്ന പുതിയ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ വാണിജ്യ രജിസ്റ്ററും വ്യാപാരനാമ നിയമവും നിലവിൽ വരുന്നതോടെ രാജ്യത്തെ ബിസിനസ് രജിസ്ട്രേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമാകുന്നത്. വിവിധ വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും സ്വദേശി വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന സുപ്രധാന മാറ്റങ്ങളാണിവ. സബ്സിഡിയറി രജിസ്റ്ററുകൾ ഇല്ലാതാക്കുകയും ഇനി ഒരൊറ്റ വാണിജ്യ രജിസ്റ്റർ മാത്രം മതി എന്നതാക്കുകയും ചെയ്യുന്നതാണ് പ്രധാന മാറ്റങ്ങളിലെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ വ്യക്തമാക്കി. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഈ നിയമങ്ങൾ പ്രകാരം വാണിജ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷന് പ്രത്യേക നഗരം രേഖപ്പെടുത്തേണ്ടതില്ല. അതായത് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഒരൊറ്റ വാണിജ്യ രജിസ്ട്രേഷൻ തന്നെ മതിയാകുമെന്നും അൽ ഹുസൈൻ വ്യക്തമാക്കി. 2024 സൗദി അറേബ്യയുടെ വാണിജ്യ രേഖകളിൽ 60% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. മുൻ വർഷത്തേക്കാൾ 5,21,969 രേഖകൾ വിതരണം ചെയ്തതായും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. 2030ഓടെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയുകയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന 40% നിന്നും 65% ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾക്ക് ഈ പുതിയ നിയമങ്ങൾക്ക് കൂടുതൽ കരുത്തേകും. ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ. വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് പദ്ധതിയുമായി രംഗത്തെത്തിയത്.
യാഥാർത്ഥ്യമായാൽ ഇന്ത്യ UAE യാത്രാസമയം 2 മണിക്കൂറായി കുറയും. നിലവിൽ വിമാനത്തിൽ 4 മണിക്കൂർ എടുക്കും. ഇന്ത്യ UAE യാത്രാക്കപ്പൽ സർവീസ് പദ്ധതി വാഗ്ദാനങ്ങളിൽ ആടിയുലയുമ്പോഴാണ് കടലിനടിയിലൂടെയുള്ള അതിവേഗ ട്രെയിൻ പദ്ധതി പ്രതീക്ഷ നൽകുന്നത്. ഒരേ സമയം യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഉപകരിക്കുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല റെയിൽ കടന്നു പോകുന്ന ഇതര രാജ്യങ്ങൾക്കും ഇത് ഗുണകരമാകുമെന്ന് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷഹി സൂചിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതായിരിക്കും പുതിയ പദ്ധതി. UAEയിൽ നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും പദ്ധതിയിലൂടെ സാധിക്കും. അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നാണ് സൂചന. കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് വെല്ലുവിളി നിറഞ്ഞ ഘട്ടം. സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ടും വേണം. 2000 കിലോമീറ്റർ ദൂരത്തിലാണ് ദുബൈ, മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുക. പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി 2030 സർവീസ് ആരംഭിക്കാനാണ് നീക്കം. പദ്ധതി ട്രാക്കിലായാൽ യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയും സജീവമാകും. ഇന്ത്യയിൽ നിന്ന് UAE വരെ കടൽമാർഗവും ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് സാമ്പത്തിക ഇടനാഴി വിഭാവനം ചെയ്യുന്നത്. ഉംറ പൂർത്തിയാക്കി മടങ്ങുന്ന തീർത്ഥാടകർക്ക് ഇനി സംസം വെള്ളം കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുപോകാം. ഹജ്ജ് ഉംറ മന്ത്രാലയം നിഷ്കർഷിച്ച നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുക. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ആരാധനയോടെ കാണുന്ന സംസം വെള്ളത്തിന്റെ പരിശുദ്ധത സംരക്ഷിക്കുകയും തീർത്ഥാടകർക്ക് സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സംസം വെള്ളത്തിന്റെ കുപ്പികൾ വിമാനത്താവളങ്ങളിലെ അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വാങ്ങണം. വാങ്ങിയ ശേഷം കുപ്പികൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനായി വിമാനത്താവളത്തിൽ സ്പെഷ്യലായി നിർദ്ദേശിച്ചിട്ടുള്ള കൺവെയർ ബെൽറ്റുകളിൽ സൂക്ഷിക്കുകയും വേണം. ഗുണനിലവാരം നിലനിർത്താനും വിമാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുമായി സംസം വെള്ളം ചെക്ക് ഇൻ ലഗേജിൽ പാക്ക് ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഓരോ തീർത്ഥാടകനും ഒരു കുപ്പി മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. മാത്രമല്ല ഇതിനായി സാധുവായ ഒരു ഉംറ വിസ അല്ലെങ്കിൽ നുസുക് ആപ്പ് വഴി ലഭിച്ച പെർമിറ്റ് സമർപ്പിക്കുകയും വേണം. തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സംസം വിതരണത്തിന്റെ സുതാര്യത സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടികളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സലാലയിൽ നിന്നും കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കാത്തത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2 സെക്ടറുകളിലേക്കുമുള്ള യാത്രക്കാർക്ക് പെരുന്നാൾ, വിഷു ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ മറ്റ് കേരള സെക്ടറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. സലാല, കോഴിക്കോട് സെക്ടറിൽ വ്യാഴം, ഞായർ ദിവസങ്ങളിലും കൊച്ചിയിലേക്ക് ശനിയാഴ്ചയും മാത്രമാണ് സർവീസ് ഉള്ളത്. ഇതും ദോഫാറിലെ പ്രവാസി മലയാളികളുടെ ദുരിതം ഇരട്ടിയാക്കുകയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.